ചിക്കൻ കൊണ്ട് എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്നാ അതിൽ ഞങ്ങളുടെ ഉമ്മച്ചിൻ്റെ ഒരു വെറൈറ്റിയാണിത്. നോർമൽ പൊടികളൊക്കെ തേച്ച് കായം തേച്ച് വെക്കുക. ഇത് പൊരിക്കുന്നത് മുതലാണ് ഇതിൻ്റെ വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പൊരിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെയ്യിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ഇത് പൊരിച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം കുറച്ച് നെയ്യിൽ കടുക് നന്നായിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂക്കണം. അത് മൂത്ത് വരുമ്പോഴാണ് ഇനി പൊടികളായിട്ടുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് പിന്നെ ഇതിലേക്ക് നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ മല്ലിപ്പൊടിയാണ്. പിന്നെ മുളക് പൊടിയും ആഡ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോഴേക്കും ഒരു 2-3 തക്കാളി, നിങ്ങൾ എടുക്കുന്ന ചിക്കന് പാകത്തിന് തക്കാളി ഒന്ന് അരച്ചെടുക്കണം. ഇത് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി തിളച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊന്നിങ്ങനെ തൂവി കാണണം. എണ്ണ തൂവി കാണുന്ന ഒരു സമയത്താണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മല്ലിയിലയും കൂടെ ഒന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വെറൈറ്റി ടേസ്റ്റാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. നമ്മളിതിനേതായാലും ഉമ്മച്ചിൻ്റെ കടായി ചിക്കൻ എന്ന് വിളിക്കില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയില്ല.